സർക്കാർ ഹെലികോപ്റ്റർ സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ യാത്രയിൽ ചിലവായ ഫണ്ട് എവിടെ നിന്നാണ് ഈടാക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പ്രളയ ദുരിതാശ്വാസത്തിനോ അടിയന്തര ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ല, മറിച്ച് തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്റർ പറഞ്ഞത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ ഭാഷയിൽ നിയമസഭയിൽ പ്രസംഗിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താൻ ചെയ്ത എല്ലാ പ്രസംഗങ്ങളും, പ്രഖ്യാപനങ്ങളും, ആരോപണങ്ങളും, ആക്ഷേപങ്ങളും എല്ലാം മറന്ന് അദ്ദേഹം പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറവി രോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം വായുവിൽ പറത്തിക്കളയുന്ന ഇത്തരം നടപടികളിലൂടെ ഭരണ സംവിധാനത്തിൻ്റെ ഊന്നൽ എന്തിലാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് രഹസ്യമായി ഹെലികോപ്റ്ററിൽ ബാംഗ്ലൂരിലേക്ക് പോയത് എല്ലാവരും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇതുവരെ എന്തിനാണ് പോയത്, ആരാണ് ഹെലികോപ്റ്റർ ഏർപ്പാട് ചെയ്തത്, ആരുമായിട്ടൊക്കെ തന്നെ ബാംഗ്ലൂരിൽ ചർച്ച നടത്തി, എന്ത് വിഷയമാണ് ചർച്ച ചെയ്തത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വ്യക്തമാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം. ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞുപിടിച്ച് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആ അധ്യായം അടഞ്ഞതായി കണക്കാക്കുന്ന രീതിയാണ് ഉള്ളത്. പൊതുമുതൽ ദുരുപയോഗം ചെയ്ത ഈ യാത്രയുടെ മുഴുവൻ ചെലവും മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത്.